ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോഗോസ് ക്വിസ് 2024 മുഴുവൻ പാഠഭാഗങ്ങളിൽ നിന്നുമുള്ള ഓപ്ഷൻസോടുകൂടിയ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും 19ാം ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 1. ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 11-ാം വാക്യം. കിരിയാത്ത് സേഫറിൻ്റെ പുതിയ പേരെന്ത്? എ. നെഗബ്, ബി. ഹെബ്രോൻ, സി. ലൂസ്, ഡി. ദബീർ. ഉത്തരം ഡി. ദബീർ. ചോദ്യം 2. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 8-ാം വാക്യം. 110 വയസ്സുവരെ ജീവിച്ചിരുന്ന കർത്താവിൻ്റെ ദാസൻ ആര്? എ. മോശ, ബി. അഹറോൻ, സി. ജോഷുവ, ഡി. കാലേബ്. ഉത്തരം സി. ജോഷുവ. ചോദ്യം 3. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം. കാനാനിലെ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് പരിചയം സിദ്ധിച്ചിട്ടില്ലാത്ത ഇസ്രായേൽക്കാരെ പരീക്ഷിക്കാൻ വേണ്ടി കർത്താവ് ശേഷിപ്പിച്ചത് ആരെ? എ. ഹിത്യരെ, ബി. ജബൂസ്യരെ, സി. അമോര്യരെ, ഡി. കുറേ ജനതകളെ. ഉത്തരം ഡി. കുറേ ജനതകളെ. ചോദ്യം 4. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്ന കാനാൻ രാജാവ് ആര്? എ. ദബീർ, ബി. യാബീൻ, സി. ജെഫിയ, ഡി. ഹോഹാം. ഉത്തരം ബി. യാബീൻ. ചോദ്യം 5. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യം. ശക്തന്മാർക്കെതിരെ കർത്താവിനെ തുണയ്ക്കാൻ അണിനിരക്കാതിരുന്നത് ആര്? എ. മെറോസ്, ബി. ആഷേർ, സി. സെബുലൂൺ, ഡി. നഫ്താലി. ഉത്തരം എ. മെറോസ്. ചോദ്യം 6. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യം. പൂരിപ്പിക്കുക. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഈജിപ്തിൽ നിന്ന് ഡാഷിൽ നിന്ന് നിങ്ങളെ ഞാൻ ഇറക്കിക്കൊണ്ടുവന്നു. എ. പീഡനങ്ങളിൽ നിന്ന്, ബി. അടിമത്തത്തിൽ നിന്ന്, സി. ദാസ്യഭവനത്തിൽ നിന്ന്, ഡി. കഷ്ടതയിൽ നിന്ന്. ഉത്തരം സി. ദാസ്യഭവനത്തിൽ നിന്ന്. ചോദ്യം 7. ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 13-ാം വാക്യം. സ്വപ്നത്തിൽ മിദ്യാൻകാരുടെ താവളത്തിലേക്ക് ഉരുണ്ടു വന്നത് എന്താണെന്നാണ് ഒരാൾ സ്നേഹിതനോട് പറഞ്ഞത്? എ. കല്ല്, ബി. ഭരണി, സി. ബാർലിയപ്പം, ഡി. അത്തിപ്പഴം. ഉത്തരം സി. ബാർലിയപ്പം. ചോദ്യം 8. ന്യായാധിപന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 18-ാം വാക്യം. എവിടെ വച്ച് നിങ്ങൾ നിഗ്രഹിച്ചവർ എവിടെ എന്നാണ് ഗിദെയോൻ സേബായോടും സൽമുന്നായോടും ചോദിച്ചത്? എ. കാർക്കോറിൽ, ബി. താബോറിൽ, സി. ഹാരോദിൽ, ഡി. മോറിയാക്കുന്നിൽ. ഉത്തരം ബി. താബോറിൽ. ചോദ്യം 9. ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായം 15-ാം വാക്യം. നിങ്ങൾ എന്നെ നല്ല മനസ്സോടെയാണ് അഭിഷേകം ചെയ്യുന്നതെങ്കിൽ എൻ്റെ തണലിൽ അഭയം തേടുവിൻ എന്ന് പറഞ്ഞതാര്? എ. മുൾപ്പടർപ്പ്, ബി. അബിമെലക്ക്, സി. യോത്താം, ഡി. മുന്തിരി. ഉത്തരം എ. മുൾപ്പടർപ്പ്. ചോദ്യം 10. ന്യായാധിപന്മാരുടെ പുസ്തകം 10-ാം അധ്യായം 2-ാം വാക്യം. ഷാമീറിൽ അടക്കപ്പെട്ട ന്യായാധിപൻ ആര്? എ. അബിമെലക്ക്, ബി. ബാറഖ്, സി. തോല, ഡി. ജായിർ. ഉത്തരം സി. തോല. ചോദ്യം 11. പ്രഭാഷകൻ്റെ പുസ്തകം 34-ാം അധ്യായം 20-ാം വാക്യം. ആരുടെ സമ്പത്ത് തട്ടിയെടുത്ത് ബലിയർപ്പിക്കുന്നവനാണ് പിതാവിൻ്റെ മുമ്പിൽ വച്ച് പുത്രനെ കൊല്ലുന്നവനെ പോലെയാകുന്നത്? എ. ദരിദ്രൻ്റെ, ബി. വിധവയുടെ, സി. അനാഥൻ്റെ, ഡി. നീതിമാൻ്റെ. ഉത്തരം എ. ദരിദ്രൻ്റെ. ചോദ്യം 12. പ്രഭാഷകൻ്റെ പുസ്തകം 35-ാം അധ്യായം 19-ാം വാക്യം. മനുഷ്യന് കർത്താവ് എപ്രകാരമാണ് പ്രതിഫലം നൽകുക? എ. നീതിക്കൊത്ത്, ബി. കഴിവിനൊത്ത്, സി. പ്രവൃത്തിക്കൊത്ത്, ഡി. വിശ്വാസത്തിനൊത്ത്. ഉത്തരം സി. പ്രവൃത്തിക്കൊത്ത്. ചോദ്യം 13. പ്രഭാഷകൻ്റെ പുസ്തകം 36-ാം അധ്യായം 19-ാം വാക്യം.
സൂക്ഷ്മബുദ്ധി തിരിച്ചറിയുന്നത് എന്ത്? എ. സ്വാർത്ഥത, ബി. മാർഗം, സി. വ്യാജവാക്ക്, ഡി. ലക്ഷ്യം. ഉത്തരം സി. വ്യാജവാക്ക്. ചോദ്യം 14. പ്രഭാഷകന്റെ പുസ്തകം 37-ാം അധ്യായം 11-ാം വാക്യം. പ്രതിദ്വന്ദ്വിയെപ്പറ്റി സംസാരിക്കരുതാത്തത് ആരോട്? എ. ഭീരുവിനോട്, ബി. സ്ത്രീയോട്, സി. ക്രൂരനോട്, ഡി. ശത്രുവിനോട്. ഉത്തരം ബി. സ്ത്രീയോട്. ചോദ്യം 15. പ്രഭാഷകന്റെ പുസ്തകം 38-ാം അധ്യായം 7-ാം വാക്യം. ഔഷധ നിർമ്മാതാവ് അതുപയോഗിച്ച് മിശ്രിതമുണ്ടാക്കുന്നു. എന്തുപയോഗിച്ച്? എ. വൈഭവം, ബി. സിദ്ധികൾ, സി. കായ്കനികൾ, ഡി. സസ്യങ്ങൾ. ഉത്തരം ബി. സിദ്ധികൾ. ചോദ്യം 16. പ്രഭാഷകന്റെ പുസ്തകം 39-ാം അധ്യായം 19-ാം വാക്യം. ആരുടെ പ്രവൃത്തികളാണ് കർത്താവ് കാണുന്നത്? എ. ദുഷ്ടൻ്റെ, ബി. അഹങ്കാരിയുടെ, സി. മർത്യൻ്റെ, ഡി. മനുഷ്യമക്കളുടെ. ഉത്തരം സി. മർത്യൻ്റെ. ചോദ്യം 17. പ്രഭാഷകന്റെ പുസ്തകം 40-ാം അധ്യായം 25-ാം വാക്യം. പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നതെന്ത്? എ. ധനവും ബലവും, ബി. സ്വർണവും വെള്ളിയും, സി. കർത്താവിൻ്റെ കാരുണ്യം, ഡി. ദാനധർമ്മം. ഉത്തരം ബി. സ്വർണവും വെള്ളിയും. ചോദ്യം 18. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 8-ാം വാക്യത്തിൽ ആര് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ചിലർ പറഞ്ഞത്? എ. മിശിഹ, ബി. ഏലിയ, സി. യോഹന്നാൻ, ഡി. ഏലീശുവ. ഉത്തരം സി. യോഹന്നാൻ. ചോദ്യം 19. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 4-ാം വാക്യം. വഴിയിൽ വച്ച് ആരെയും എന്തു ചെയ്യരുത് എന്നാണ് യേശു 72 പേരോടുമായി പറഞ്ഞത്? എ. സുഖപ്പെടുത്തരുത്, ബി. അഭിവാദനം ചെയ്യരുത്, സി. ദൈവരാജ്യം പ്രസംഗിക്കരുത്, ഡി. സമാധാനം ആശംസിക്കരുത്. ഉത്തരം ബി. അഭിവാദനം ചെയ്യരുത്. ചോദ്യം 20. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 29-ാം വാക്യം. ഈ ദുഷിച്ച തലമുറ എന്തന്വേഷിക്കുന്നുവെന്നാണ് യേശു പറഞ്ഞത്? എ. അത്ഭുതങ്ങൾ, ബി. തെളിവ്, സി. അടയാളം, ഡി. കുറ്റം. ഉത്തരം സി. അടയാളം. ചോദ്യം 21. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 15-ാം വാക്യം. ജാഗരൂകരായിരിക്കുവിൻ, എന്തിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ എന്നാണ് യേശു പറഞ്ഞത്? എ. എല്ലാ പാപത്തിൽ നിന്നും, ബി. എല്ലാ ദുഷ്ടതയിൽ നിന്നും, സി. എല്ലാ ആകുലതകളിൽ നിന്നും, ഡി. എല്ലാ അത്യാഗ്രഹത്തിൽ നിന്നും. ഉത്തരം ഡി. എല്ലാ അത്യാഗ്രഹത്തിൽ നിന്നും. ചോദ്യം 22. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 4-ാം വാക്യം. സീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട 18 പേർ വസിച്ചിരുന്നത് എവിടെ? എ. ഗലീലിയായിൽ, ബി. ജെറുസലേമിൽ, സി. ടൈറിൽ, ഡി. ബെത്സൈദായിൽ. ഉത്തരം ബി. ജെറുസലേമിൽ. ചോദ്യം 23. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 5-ാം വാക്യം അനുസരിച്ച് യേശു അവനെ അടുത്ത് വിളിച്ച് സുഖപ്പെടുത്തി അയച്ചു. ആരെ? എ. മഹോദര രോഗിയെ, ബി. പിശാച് ബാധിച്ച ബാലനെ, സി. ഊമയായ പിശാച് ബാധിതനെ, ഡി. രക്തസ്രാവക്കാരിയായ സ്ത്രീയെ. ഉത്തരം എ. മഹോദര രോഗിയെ. ചോദ്യം 24. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യം. കാണാതായ ആടിൻ്റെ ഉപമയിൽ അനുതപിക്കുന്ന പാപിയെക്കുറിച്ച് എവിടെ കൂടുതൽ സന്തോഷമുണ്ടാകും എന്നാണ് യേശു പറഞ്ഞത്? എ. ദൈവസന്നിധിയിൽ, ബി. സ്വർഗത്തിൽ, സി. മാലാഹമാരുടെ മുമ്പിൽ, ഡി. ദൈവരാജ്യത്തിൽ. ഉത്തരം ബി. സ്വർഗത്തിൽ. ചോദ്യം 25. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 10-ാം വാക്യം. കാണാതായ നാണയത്തിൻ്റെ ഉപമയിൽ അനുതപിക്കുന്ന പാപിയെക്കുറിച്ച് ആരുടെ മുമ്പിൽ സന്തോഷമുണ്ടാകും എന്നാണ് യേശു പറഞ്ഞത്? എ. മനുഷ്യരുടെ, ബി. ദൈവത്തിൻ്റെ, സി. സ്വർഗത്തിൻ്റെ, ഡി. ദൈവത്തിൻ്റെ ദൂതന്മാരുടെ.
ഉത്തരം ഡി. ദൈവത്തിൻ്റെ ദൂതന്മാരുടെ. ചോദ്യം 26. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 28-ാം വാക്യം. ലാസറിന് എത്ര സഹോദരന്മാരാണ് ഉണ്ടായിരുന്നത്? എ. 5 സഹോദരന്മാർ, ബി. 4 സഹോദരന്മാർ, സി. 6 സഹോദരന്മാർ, ഡി. 2 സഹോദരന്മാർ. ഉത്തരം എ. 5 സഹോദരന്മാർ. ചോദ്യം 27. 2 കോറിന്തോസ് 7-ാം അധ്യായം 14-ാം വാക്യം. ആരോട് കോറിന്തോസുകാരെ പറ്റി പ്രശംസിച്ച് പറഞ്ഞതിലാണ് ശ്ലീഹായ്ക്ക് ലജ്ജിക്കാൻ ഇടയാകാതിരുന്നത്? എ. മക്കെദോനിയക്കാരോട്, ബി. റോമാക്കാരോട്, സി. തീത്തോസിനോട്, ഡി. സിൽവാനോസിനോട്. ഉത്തരം സി. തീത്തോസിനോട്. ചോദ്യം 28. 2 കോറിന്തോസ് 9-ാം അധ്യായം 1-ാം വാക്യം. ആർക്കു വേണ്ടിയുള്ള ശുശ്രൂഷയെപ്പറ്റി കോറിന്തോസുകാർക്ക് എഴുതേണ്ടതില്ല എന്നാണ് ശ്ലീഹ പറയുന്നത്? എ. അപ്പസ്തോലന്മാർക്ക്, ബി. വിശുദ്ധർക്ക്, സി. തീത്തോസിനും കൂടെയുള്ള സഹോദരനും, ഡി. സഭകൾക്ക്. ഉത്തരം ബി. വിശുദ്ധർക്ക്. ചോദ്യം 29. 2 കോറിന്തോസ് 10-ാം അധ്യായം 1-ാം വാക്യം. അടുത്തായിരിക്കുമ്പോൾ പൗലോസ്ലീഹ എപ്രകാരം ഉള്ളവനാണ്? എ. വിനീതൻ, ബി. സൗമ്യൻ, സി. തൻ്റേടി, ഡി. ശാന്തൻ. ഉത്തരം എ. വിനീതൻ. ചോദ്യം 30. 2 കോറിന്തോസ് 11-ാം അധ്യായം 25-ാം വാക്യം. എത്ര തവണയാണ് പൗലോസ്ലീഹ കല്ലെറിയപ്പെട്ടത്? എ. 3 തവണ, ബി. 5 തവണ, സി. ഒരിക്കൽ, ഡി. പല പ്രാവശ്യം. ഉത്തരം സി. ഒരിക്കൽ. എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ഓർത്തുകൊണ്ട് ഈശോയുടെ നാമത്തിൽ നന്ദി, നമസ്കാരം.